അപ്പോൾ നമ്മൾ ഇവിടെ ഒരാള് കണ്ടിട്ടുണ്ട്. അപ്പോൾ കളിയാട്ടുകാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പേര് കോയാമുട്ടി എന്നാണ്. മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മളെ ചെറുപ്പം മുതലേ ഇവിടെ ഇങ്ങനെ കണ്ടുവരുന്നത് സംഗതി പറഞ്ഞാൽ ഈ മതസൗഹാർദ്ദമായിട്ട് ഇന്ത്യ മുസ്ലിം ഇവിടെ ഇപ്പോൾ ആയ കാലത്തിന് നമ്മളെ പരിജൻസ് കുടുംബങ്ങളൊക്കെ കുതിരൊക്കെ കെട്ടിയാൽ നമ്മളെ വീട്ടിലൊക്കെ വരലുണ്ട്. നമ്മളെന്തെങ്കിലും കൊടുക്കലും ഉണ്ട്. ഒരു മുസ്ലിംസുകളുടെ വീട്ടിൽ വലിയ തറവാടുകളിലും അതൊക്കെ അങ്ങനത്തെ കാലങ്ങളിലാണ് ഇതൊക്കെ പഴയ കാലങ്ങൾ. അതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങൾ പോലും പാടി പറഞ്ഞാണ് അങ്ങനെ പോവുകയും ചെയ്യും. പാട്ട് പോകും കൂടുതലൊന്നും ഇപ്പോൾ നമുക്ക് ഓർമ്മയില്ല. എന്നാലും അതായത് ഒരൊറ്റ പാട്ടേ പാടുള്ളൂ. പഴയ കാലത്തൊക്കെ ഈ ചക്ക മാങ്ങ അങ്ങനത്തെ ഒക്കെയാണ് അവർ കൊടുക്കൽ. അന്നതേ അഴി ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കളിച്ച് എന്തെങ്കിലും കൊടുത്താൽ ഒരു അന്നത്തെ പൈസക്ക് ഒരു 10 പൈസ അല്ലെങ്കിൽ 4 അണ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ആ കാലം കൊണ്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഇത് മെയ് മാസത്തിൽ ഇടവം ഫസ്റ്റ് തിങ്കളാഴ്ച ഇതിൻ്റെ ഒരു ഉപക്ഷേത്രമുണ്ട്. ചാത്തൻകാരിയാണ് ഇതിൻ്റെ അപ്പുറത്ത്. അവിടെ നിന്നാണ് ഇത് കാപ്പലിക്കുക. അന്ന് ഇവിടെ കാര്യമായിട്ട് ഇവിടെ പരിപാടി ഉണ്ടാവില്ല. ഇവിടെ പിന്നെ ചൊവ്വാഴ്ച മുതലാണ് പരിപാടി. 12ാമത്തെ ദിവസമാണ് ഇതിൻ്റെ കളിയാട്ടം. വെള്ളിയാഴ്ച, അതും വെള്ളിയാഴ്ച പകല്. അതിപ്പം മൊത്തത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിനും രാത്രി ഉണ്ടാവുക. ഇവിടെ അത് പ്രത്യേകത വെള്ളിയാഴ്ച നല്ല പള്ളിയാണ്. പള്ളിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളി. ഇതിൻ്റെ അതേ ഓപ്പോസിറ്റ് തന്നെ പള്ളിയാണ്. പിന്നെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു ശല്യം പള്ളി വിമാനം നടക്കുന്ന സമയമാണല്ലോ. അവിടേക്ക് ആ മതിൽ കെട്ടാണ്ട് കടന്നു കഴിഞ്ഞാൽ അറിയയില്ല. അതുവരെ നല്ല ഇതാണ് കാരണം. ആ റോഡിൽ പവർ റോഡായതാണെന്നൊക്കെ ഇടവഴി കാര്യമൊക്കെയാണ്. ആ മതിൽ കെട്ടിലാണ്ട് കടന്നു കഴിഞ്ഞാൽ ആ പള്ളിക്ക് യാതൊരു ശല്യം ഉണ്ടായില്ല. അതിനൊരു ഐതിഹ്യം നമ്മളെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടത്, ഒരു ദേവി വരുന്ന സമയത്ത് മമ്പറം തങ്ങളേറ്റ് കണ്ട് ബന്ധപ്പെട്ടിരുന്നുള്ള ഒരു ജ്യേഷ്ഠത്തി അനിയത്തി 2 ആളും ഒരു സഹോദരനാണ് വന്നതെന്നാണൊക്കെ നമ്മളെ ഐതിഹ്യം കേട്ടത്. അങ്ങനെ ഇവരൊക്കെ വന്ന് തിരിച്ചു പോണ പോക്കിൽ മുട്ടിയാറങ്ങോട്ട് കയറി വരുന്നിടത്ത് അവളവിലൊരു ആലുങ്ങൽ അവിടെ ഇരിക്കുമ്പോഴാണ് മമ്പറം തങ്ങൾ വരുന്നത്. ഈ വരുന്ന സമയത്ത് ഇവരെ കണ്ടു. അറിയാത്ത ഒരാളെ കണ്ട് ചോദിച്ചു. അങ്ങനെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളുകളാണ് കേട്ടോ. അപ്പം ഇവരും അങ്ങനെ പറഞ്ഞിട്ട് ശരി ഇവിടെ ഇങ്ങനെ വന്ന് 2 ആളും കൂടി അങ്ങനെ അവിടുന്ന് വരിക. എല്ലാവരും കൂടി ഇങ്ങോട്ട് പോലും തിരിച്ചു വന്നു. ഇവിടെയൊക്കെ വന്ന് നോക്കി ഇങ്ങനെയാണെന്ന് ചോദിച്ച് അതിൽ കൂടെ ഒക്കെ വന്ന് അങ്ങനെ ഈ വഴി ഇങ്ങനെ വന്ന് നേരെ അങ്ങോട്ട് പോയി. പോയപ്പോൾ പഴവക്ക് നിന്നിട്ട് പറഞ്ഞത് അന്ന് പള്ളി അവിടെ സ്ഥാപനം പള്ളിയുണ്ട്. പറഞ്ഞ് കേൾക്കണ നമ്മളെ ഐതിഹ്യ പള്ളിയുണ്ടെന്ന്. അവിടെ വന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളിയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് കയറി പോകണം. ഇവിടെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇരുന്നു. പക്ഷെ ഇവിടെ ഒരു ശല്യം ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാകരുത്, അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവില്ല, അപ്പം ഇവിടുന്ന് അങ്ങോട്ടും വേണ്ട, ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവന് വേണ്ടി സ്ഥലം വാങ്ങണമല്ലോ. ആനടിക്ക് അച്ച് കൊടുത്ത് എന്നാണ് പഴയ കാലത്ത് വരെ. സ്വർണത്തിൻ്റെ അച്ച് ആന നിൽക്കുന്ന ഇതിൽ അതിന് കണക്കിന് സ്വർണത്തിൻ്റെ അച്ച് കൊടുത്തിട്ടാണ് ആ അമ്പലം നിൽക്കുന്ന സ്ഥലം വാങ്ങിയത്. ബാക്കി ഇതൊക്കെ പിന്നെ നായന്മാരും അപ്പച്ചേരികളുള്ള ഓരോ അവകാശികളുടെ സ്വത്താണ്. ഇതൊക്കെ അത് തന്നെയാണ്. ഒക്കെ അങ്ങനത്തെ ഈ കാവിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മളെ മുസ്ലിങ്ങളുടെ കയ്യിലൊക്കെ ആയി. ഇപ്പോൾ അത് വിറ്റ് പഴയ കാലത്തുള്ള നായന്മാർ വിറ്റ് ഇതിൻ്റെ അവകാശികൾ നായന്മാരുണ്ടാവും. വിറ്റ് അങ്ങനെ പോയതാണ്. അതൊക്കെ നമ്മളെ ആളുകളെ കയ്യിലാണ്, മുസ്ലിങ്ങളുടെ കയ്യിൽ. ഇപ്പം അമ്പലത്തിൻ്റെ ആയിരുന്നു ഒരു കാലത്ത്. ഇതിൻ്റെ ഈ കൊടിമരം അത് ഈ കൊടി ഇത് അവിടെ ഇതിനൊന്നും എടുക്കായിരുന്നു പഴയ കാലത്ത്. മഴ ചളിയുള്ള സമയത്താണ് ഇത് ഉണ്ടാവുക. അത് അങ്ങനെ പരിസരത്താണ് ഇടവപ്പാതി വരിശെന്നാണ്. അതാണ് പിന്നെ അതിനൊരു പാട്ട് തന്നെ പറയുന്നുണ്ട്. ഇടവപ്പാതി വരിശത്ത് മാമ എന്നൊരു വേല എന്നാണ് പറയുന്നത്. മാമ എന്നൊരു വേല. അമ്മാഞ്ചീരു അമ്മ എന്നൊക്കെയാണ്. കുഞ്ഞാഞ്ചീരു പെണ്ണ്, അമ്മാഞ്ചീരു അമ്മ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കല്, ദേവിനെ വിളിക്കും. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് ഇതിൻ്റെ കുടിമരം ഉണ്ടായിരുന്നത്. അന്ന് ഇതൊക്കെ പാടാണ്. തെങ്ങ് കൃഷികളൊന്നുമില്ല.
ഒന്നുമില്ല. ഇത് ഇവിടുന്ന് തൊട്ട് ഇതൊക്കെ പിന്നെ തന്നെ ഈ ഭാഗം ഈ കുണ്ട് മുതൽ വന്നിട്ട് ലാസ്റ്റിക്ക് നോക്കിയാൽ ആ ഭാഗം പിന്നെ ഏക്കർ കണക്കിനാണ് 4 ഏക്കർ സ്ഥലമാണ് കഴിഞ്ഞിരുന്നത്. പിന്നെ ഇതൊക്കെ പാടങ്ങളായി. ആദ്യം അമ്പലത്തെ സ്ഥലം അവിടെ നടുക്കുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് ഈ നായന്മാർ മുറിച്ച് വിറ്റിട്ട് അതിൻ്റെ അവകാശികൾ, അതിൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ നിങ്ങളായിട്ട് കൊടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ഇതിന് ഭൂമി ഇപ്പം തന്നെ ഈ ചുറ്റളവ് കെട്ടിയത് തന്നെ എപ്പോഴും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഉപക്ഷേത്രമുണ്ട്. അതിലുള്ള വേലവരൊക്കെ പോയി കൊണ്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് അപ്പുറത്ത് കുറച്ചാണ് പോയി. ഇന്നതൊക്കെ ഇതിനോടനുബന്ധിച്ച് വഴിയായിട്ട് വന്നതും ഇവർ പോയി ഇരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് ഇതിനുള്ളത്. ഇവിടെ ഇന്ന് വരെ ഒരു മുസ്ലിം ഹിന്ദു സംഘടനയോ അല്ലെങ്കിൽ മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഈ കളയാട്ടത്തിനോ ഒരു കോട്ടം പറ്റിയിട്ടില്ല, പറ്റൂല. അതങ്ങനെയാണ് അതിൻ്റെ കിടക്കുന്നത്. ഇത് ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരാണ് മുസ്ലിംസുകൾ കണ്ടമാനം ആളുകൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ് കച്ചവടക്കാരായിട്ടും എല്ലാ ആളുകളും വന്നിട്ടും ഈ ഇതിനുള്ളിലൊക്കെ നമ്മളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ പോലെ ആചാരമാണ്, ഓരോരുത്തരുടെ ആചാരം. ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ കെട്ടുത കാണും പുറത്ത്, ആ കെട്ട് വരെയൊക്കെ എല്ലാവർക്കും ഞങ്ങളൊക്കെ പോലുണ്ട്. ഇപ്പോൾ കുറച്ച് മതിലൊക്കെ കെട്ടി ഇതൊക്കെ അതിനൊന്നും മതിലില്ല. ഞങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ കക്കൂസ് പോലൊക്കെ വടിക്ക് പോലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു പറയണം പഴയ കാലത്ത്. ഇതിൻ്റെ തോല് വെട്ടൽ ഇതുപോലൊക്കെ പാടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മരം മുറിച്ചാണ്ട് വിറകാക്കി വിറ്റിന കാലം, അതൊക്കെ മുറിക്കൽ, അതൊക്കെ ഉണ്ടായി നടന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ അത് നടത്തിപ്പേർക്ക് എന്തെങ്കിലും കാണിച്ചാൽ അതിൻ്റെ ഫലം അവർക്ക് കാണും. ഒരാളിത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തോ ഒരു സാധനം മോഷ്ടിച്ച് പോയിട്ട് ലാസ്റ്റിൽ വെച്ചിട്ട് അയാളൊരു കാലം വെച്ചു. അയാളെ പേര് പാവുനേര് നേനി, പാവുനേര് നേനി. അയാളെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴത്തെ ആളെ, അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പം ഞങ്ങൾ എടുക്കുന്ന ആളെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങളൊന്നും ഈ വാത്തിക്കൊന്നും നിൽക്കില്ല. പുറമേ സൗണ്ട് അത്ര പേടിയാണ്. പിന്നെ അന്ന് ബഹുമാനമാണ് നായന്മാർ. ഞങ്ങൾ മുസ്ലിങ്ങളോട് അവർക്ക് ബഹുമാനക്കുറവില്ല. പക്ഷെ മുസ്ലിങ്ങളോട് സ്ത്രീകളോട് അവർക്ക് പ്രത്യേക ഒരു ബഹുമാനമുള്ള നായന്മാർക്ക്. നമുക്കും അതേമാതിരി അവരോട് അവർ പോകുമ്പോൾ നമ്മൾ മാറി നിന്ന് കൊടുക്കും. വലിയ കുട്ടികളുടെ വെക്കോളി കുട്ടിയെ അതും പറയും. അങ്ങനെയൊക്കെ നല്ല സൗഹൃദത്തിന് ഇപ്പോഴും അപ്പോഴും അതേമാതിരി തന്നെയാണ് പോകണം. പിന്നെ ചില ആളുകളുടെ മനസ്സിലിരിപ്പിന് അത് നമുക്ക് നിവൃത്തിയില്ല. അതൊന്നിപ്പോൾ ഇപ്പോഴും നടക്കണ്ടെങ്കിൽ അത് നിവൃത്തിയില്ല. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഐതിഹ്യം അതാണ്. പിന്നെ ഇവിടെ എന്തെല്ലോ പല കാര്യങ്ങളും നടത്തുന്നത് അതിനൊക്കെ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടേ ഉള്ളൂ. അത് അവർക്ക് ഇത് വെളിവെള്ളിക്കാരെന്ന് പറഞ്ഞ ഒരു കുടുംബക്ഷേത്രമായിട്ടാണ് ഇത് ഉള്ളത്. അവരാണ് ഇതിൻ്റെ അവകാശികൾ. ഇത് മരുമക്കത്തായം അവരിങ്ങനെ ഇതാവി ഇപ്പോൾ കേസിലാണ്. അത് കേസ് ഇപ്പം കോടതി റിസീവർ കാര്യത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്നപ്പോൾ ഞങ്ങളാണ് അവകാശം എന്ന് നിങ്ങൾ വന്നിട്ട് കേസായിട്ട് അപ്പോൾ അതിനെങ്ങനെ വിജയിച്ച് വരുന്നതാണ്. 17 ദിവസം. ഞാൻ നാളത്തോടെ കഴിയും. നാളെ ബുധനാഴ്ച. അങ്ങനെ അത് ആ ഓരോരുത്തരും ഉണ്ട്. അന്ന് പഴയ കാലത്ത് ആ ആളുകൾ തന്നെ, അതായത് ഓരോ ദിവസമാണ് ഏറ്റിരുന്നത്, അവരെന്നെ നടന്നു പോന്നിരുന്നത്. ഇപ്പം നേരെ മറിച്ചായി. കാരണം കുറച്ച് ആൾക്കാർ മോശപ്പെട്ടവരായപ്പോൾ ഇത് ചിലവുണ്ട് കഴിയാൻ കഴിയാത്തപ്പോൾ ഓരോരുത്തർക്ക് പേര് വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം നടത്തിക്കൊള്ളുന്നു. അവർ പിന്നെ തിരിച്ചു കൊടുക്കാതായി. പിന്നെ ഇപ്പം എന്തായി, ഓരോരുത്തർ വഴിപാട് നേർച്ചയറില്ല. അപ്പോൾ എന്തായി, കമ്മിറ്റി ഇതൊക്കെ വന്നതിന് ശേഷം അതുപോലെ ആൾക്കനുസരിച്ച് നോക്കിയിട്ട് ഓരോ ദിവസം ഓരോ വർഷത്തിൽ 15 ദിവസമല്ലേ ഉള്ളൂ. ആ ഒരു ദിവസത്തിൽ ആർക്കും ഒരു കൂട്ടർക്ക് അങ്ങനെ കൊടുക്കും. ഒരു ദിവസം 2 ദിവസം ഇതിനുണ്ട് കമ്മിറ്റീൻ്റെ വകയിൽ തന്നെ ഇതിലേക്കുള്ളതാണ്. പിന്നെ മമ്പുറത്തുനിന്ന് 2 പഴയ കാലത്ത് 2 ഖജീന വെടി കൊടുക്കും വെള്ളിയാഴ്ച രാവിലെ പൊട്ടിക്കാൻ. ഇപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഭാഗത്തോട്ടല്ല. പിന്നെ ഇവിടെ ഈ കുതിര കെട്ടിക്കൊണ്ടുവന്നാൽ ആദ്യം വരല് നമ്മൾ പറയില്ല, അന്ന് പെരുമ്പറയെന്നാണ് പറയുക. അയാളാണ് കുതിര ഫസ്റ്റ് കൂട്ടിയിട്ട് മമ്പുറം പോയിട്ട് കളിച്ച് അവിടുന്ന് 2 മുറം കൊടുത്തിട്ട് അവിടുന്ന് മുറയായിട്ട് ഇവർ പോകും. അവിടെ പോയി കളിച്ചിട്ട് അവിടുന്ന് പിന്നെ ദക്ഷിണ കൊടുത്തിട്ട് വേണം അവരിവിടെ വരാൻ. വന്നിട്ട് 2 മുറം ഉണ്ടാവും, 2 മുറം. അവർ വന്ന് കാവ് ദക്ഷിണം വെച്ച് തീണ്ടിയിട്ടേ മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്ക് കുതിര കയറ്റാൻ പാടും. അതിപ്പോഴും അങ്ങനെ ആ ചടങ്ങ്. വൈകുന്നേരം പഴയ കാലത്ത് വൈകുന്നേരം 4 മണി
4:30 മണിയാകുമ്പോക്ക് അവസാനിക്കണം. ഇപ്പം 10 തന്നെയോ 12:30 മണിയാണ് ഇന്നലെ കഴിഞ്ഞ വർഷം. അതിൻ്റെ മുന്നത്തിൽ 11:11 ആള് കൂടി. പിന്നെ അപ്പോൾ ഇവർക്ക് മറ്റുള്ള രാത്രി പൂജ ചെയ്യാൻ കഴിയാതായി. അവരൊക്കെ ഇവരിങ്ങനെ വൈക്കാലോട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം വരവ് തന്നെ അന്ന് രാവിലെ 8 മണിക്ക് 9 മണിക്കൊക്കെയാണ് പഴയ കാലത്ത് വരുന്നത്. അയാൾ ആ ഒരു ഒറ്റ കുതിരയായിട്ട് വന്നത് ബാബു നീന്തി അത് കച്ചി ഒഴിച്ചിട്ട് മറ്റുള്ളവർ കടന്നിട്ട് പിന്നെ അവർ ഉച്ചയ്ക്ക് ശേഷം ഒന്നായിട്ടുള്ള വെറ്റുപോലെ വരും. വന്നവരെ കണ്ടുപോയി വല്ല അവകാശമല്ല, അത് കഴിച്ചിട്ടേ പറ്റും. പിന്നെ കോഴി വെട്ട്, രാവിലെ മുതലേ കോഴി വെട്ടണം. അതൊക്കെ നമ്മളിപ്പോൾ കോഴിക്കല്ലിൻ്റെ അവിടെയൊക്കെ നമ്മളൊക്കെ പോയി നിൽക്കുന്നു. സൗഹാർദ്ദം തന്നെയായിരുന്നു ഇതുവരെ, ഇപ്പോഴും അപ്പോഴൊക്കെ. പക്ഷെ താല്പര്യമുള്ളവർ പോവും. ഇപ്പം ഞങ്ങളൊക്കെ കച്ചവടത്തിനൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലേ കച്ചവടം, ഹോട്ടൽ കച്ചവടം, വെള്ള കച്ചവടം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നുവരെ നമ്മളെ ഈ നാട്ടിൽ ചുരുക്കി പറഞ്ഞു ഈ പ്രദേശത്ത് അങ്ങനത്തെ പ്രശ്നം ഉള്ളിലുണ്ടെങ്കിലും അത് പറയില്ല. അത് ഞാൻ അവിടെ പള്ളിയിൽ എന്ത് സംഭവം നടക്കുകയാണെങ്കിലും അതും ഇല്ല പ്രശ്നം, ഇവിടെ എന്ത് സംഭവം നടക്കുകയാണെങ്കിലും അതും ഇല്ല പ്രശ്നം. അത് ആ സൗഹാർദ്ദ നിലയ്ക്ക് തന്നെ എപ്പോഴും അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പല നാട്ടിലും പല ആളുകളും പല സ്വഭാവങ്ങളുണ്ടാവും. അതിലൊന്നും നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് അവരറിയില്ലല്ലോ. അത് വെച്ചാൽ നമ്മളിവിടെ എപ്പോഴും അന്നും ഇന്നും ആ സൗഹാർദ്ദത്തിൽ കൂടെ തന്നെയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില സ്വാഭാവികമായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം തുടങ്ങിയതാണ്. അപ്പം നമ്മളെ പഴയ കാലത്ത് എൻ്റെ അറിവിലുള്ള ചരിത്രവും കേട്ടറിവുള്ള ചരിത്രവും ഇത്രയേ ഉള്ളൂ. അത് നമ്മളെ വലിയമാരൊക്കെ പറഞ്ഞു തരുമ്പോൾ ഈ ഒരു ഇത് പരിപാലത്ത് മമ്പറം പോലും മമ്പറം ഞങ്ങളെ ഇത് പ്രകാരം ഇവിടെ സ്ഥലം വാങ്ങി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അതൊരു ഐതിഹ്യത്തിൻ്റെ